യമനിലുള്ള 200 ഇന്ത്യക്കാർ ഇന്ന് നാട്ടിലേക്ക് മടങ്ങും. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിന് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി ലഭിച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ സന്നദ്ധത അറിയിച്ച് മുഴുവൻ ആളുകളെയും ഘട്ടം ഘട്ടമായി നാട്ടിലെത്തിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് യമനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. എയർ ഇന്ത്യ വിമാനത്തിന് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പ്രത്യേക സർവീസ് നടത്താൻ സൗദി അറേബ്യ അനുമതി നൽകിയതോടെ യമനിലെ ഇന്ത്യക്കാരുടെ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാവുകയാണ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ഇന്ന് പ്രാദേശിക സമയം വൈകിട്ട് 3 മണിക്ക് മുൻപ് സനയിലെത്തും. 200 ഇന്ത്യക്കാരെയാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലെത്തിക്കുക. സന വിമാനത്താവളം ഹൂതി വിമതരുടെ കയ്യിലാണ്. എന്നാൽ യമന്റെ വ്യോമനിയന്ത്രണം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ പിടിച്ചെടുത്തിരുന്നു. എയർ ഇന്ത്യ വിമാനം കടന്നുപോകുന്ന സമയത്ത് യമൻ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സൗദി ഭരണകൂടവുമായും യമൻ, സൗദി എന്നിവിടങ്ങളിലെ ഇന്ത്യൻ എംബസികളുമായും നിരന്തരം ആശയവിനിമയം നടത്തി വരികയാണ്. ഏത് സമയത്തും നാട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കണമെന്ന് യമനിലെ ഇന്ത്യക്കാർക്ക് എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 200 പേർക്ക് മാത്രമേ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ വിമാനം എപ്പോൾ എത്തുമെന്നത് സംബന്ധിച്ച വ്യക്തതയില്ലാത്തതിനാൽ ആശങ്കയോടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കഴിയുന്നത്. കുറെ മലകളുണ്ട്. അപ്പൊ ഈ മലകളിലാണ് ഈ അൽഹൂത്തിയുടെയും അതുപോലെ മിലിറ്ററീസിന്റെയും ടൂൾസും വെപ്പൺസും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരാണ് ഇവർ ബോംബ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഈ അൽഹൂത്തി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റി എയർക്രാഫ്റ്റ് ചെയ്യുന്നത് ഇവര് സിവിലിയൻസിന്റെ ഇടയ്ക്ക് നിന്നും കൂടാതെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുണ്ട് ഓരോ ടാങ്കറുകളും കാര്യങ്ങളും ഏതൊക്കെ വെപ്പൺസ് ആണോ അവർ യൂസ് ചെയ്യുന്നത് ആ വെപ്പൺസുകളെല്ലാം വെച്ചിട്ട് ഇവർ തന്നെ പ്രതിരോധിക്കുമ്പോൾ അതിന്റെ ഭയാനകരമായ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലും വാതിലും വരെ ഷിവർ ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ടുകളാണ്. അത്ര ബോംബിംഗ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ അത്രയും സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. വിസ ക്യാൻസൽ ചെയ്യാൻ അപേക്ഷ സമർപ്പിച്ചവർക്ക് ഇതുവരെയും പാസ്പോർട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. യമനിലെ സർക്കാർ ഓഫീസുകൾ ഇപ്പോൾ പ്രവർത്തിക്കാത്തതാണ് കാരണം. ഈ പ്രശ്നത്തിൽ എംബസിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ സഹായമുണ്ടെങ്കിലേ നിരവധി മലയാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുകയുള്ളൂ. പിന്നെ മാനേജറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സിറ്റ് അടിച്ച് തരാൻ പറഞ്ഞ്. അപ്പൊ ഇവിടെയും എല്ലാം ഓഫീസുകളെല്ലാം പൂട്ടിയിട്ടേക്കാണ്. അതുകൊണ്ട് എക്സിറ്റിന്റെ കാര്യം നടക്കുന്നില്ല. അപ്പൊ അവർ പറഞ്ഞേക്കുന്നത് എങ്ങനെയും നാളെ രാവിലത്തേക്ക് ശരിയാക്കി തരാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നാളെ കിട്ടിയാലേ ഞങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇന്ത്യയുടെ 2 കപ്പലുകൾ ഏപ്രിൽ 2-ന് യമൻ തീരത്തെത്തും. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സന, തായിസ് നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും കപ്പൽ മാർഗം നാട്ടിലോ സൗദി അറേബ്യയിലോ എത്തിക്കും. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.